കഴിഞ്ഞ ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? 6 ലെറ്റേഴ്സ് പഠിച്ചു. ബാക്കി 6 ലെറ്റേഴ്സ് നമ്മൾ ഇന്ന് നോക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ച വരെയാണ് പഠിച്ചിട്ടുള്ളത്. ഇന്ന് പഠിക്കുന്ന ഏതാണ്? ഛ എന്നാണ് കേട്ടോ, ഛ. അപ്പോൾ എങ്ങനെയാണ് ഛ എന്ന് എഴുതുക? അതിനു മുമ്പ് നോക്കിയേ, ഛ എന്നതിൻ്റെ നിക്നെയിം എന്താണ്? ഛതരി. ഛ സേ ഛതരി. എന്താണ് ഛതരി എന്ന് പറഞ്ഞാൽ? എന്താണ്? കുടയാണില്ലേ, അമ്പർലയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഛ എന്ന് എഴുതുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ 3 എന്ന് എഴുതാറില്ലേ? ഇല്ലേ? അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് എഴുതാം. ഓക്കെ, 3 എന്ന ഓപ്പോസിറ്റ് എഴുതുക. എന്നിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ റൗണ്ട് ചെയ്യണം. ദെൻ ഒരു 1 എന്ന് കൊടുക്കുന്നു, നേരെ മുകളിൽ ഒരു ലൈൻ കൊടുക്കുന്നു. സിമ്പിൾ അല്ലേ ഇത്? എങ്ങനെയാ ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ 3 എന്ന് നേരെ ഓപ്പോസിറ്റ് എഴുതുക. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് റൗണ്ട് ചെയ്യണം. എന്നിട്ട് ഒരു 1 എന്ന് കൊടുക്കുന്നു, നേരെ ഒരു വര കൊടുക്കുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ എഴുതരുത് കേട്ടോ, അത് തെറ്റാണ്. ആ ഒരു 1ന് കുറച്ച് നീളം കൂടുതലായിരിക്കണം. ആ ഒരു 1ൻ്റെ മുകളിലാണ് നമ്മൾ ആ ഒരു ലൈൻ കൊടുക്കേണ്ടത്. ഇതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഛതരി എന്ന് എഴുതാന്നുള്ളത് നോക്കാം. അപ്പോൾ മിസ് ഇവിടെ ഛ എന്ന് എഴുതി, ദെൻ 1 ഇട്ട് കൊടുത്തു, ത എന്ന് എഴുതുന്നു, ര, ദെൻ ആ ഒരു ചിഹ്നം ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് ഛതരി എന്ന് എഴുതാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഏതാണ്? ജ എന്നാണ് അല്ലേ? ജ സേ ജൽ. ഓക്കെ, ജൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലമാണ്, വാട്ടർ ആണ് അല്ലേ? അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ജ എന്ന് എഴുതുക എന്നുള്ളത്. ജ എന്ന് എഴുതുമ്പോൾ നമ്മൾ റ ഇങ്ങനെയല്ലേ എഴുതാറുള്ളത്? അത് നേരെ ഇങ്ങനെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് എഴുതുക. യു എന്ന് എഴുതാറില്ലേ? നമുക്ക് അത് വെച്ച് പറയാം അല്ലേ? അപ്പം നമ്മൾ യു എന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ ഒരു 1 എഴുതുന്നു, മുകളിൽ താഴേക്ക് 1 എഴുതുക, ദെൻ മുകളിൽ ഒരു ലൈൻ കൊടുക്കുക. ഇങ്ങനെയാണ് ജ എന്ന് എഴുതുക. മിസ് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ, കൈ വിടാതെ. ആദ്യം നമ്മൾ യു എന്ന് എഴുതുക, നേരെ വരക്കുന്നു, മുകളിൽ താഴേക്ക് 1 ഇടുന്നു, ഒരു 1ന് മുകളിൽ ഒരു ലൈൻ കൊടുക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ജൽ എന്ന് എഴുതാന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ ജ എന്ന് പഠിച്ചൂലേ? അപ്പം മിസ് ഇവിടെ ജ എന്ന് എഴുതി, ഇനി ല എന്നും എഴുതി കൊടുത്തു, നേരെ രണ്ടും കൂടെ ഒരുമിച്ചൊരു ലൈൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ജൽ എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ ഈ ഒരു ലെറ്ററും? ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് വരുന്നത് ഛ. ഓക്കെ, ഛ എന്നാണ് അല്ലേ? ഛ സേ ചൂല. ചൂല എന്ന് പറഞ്ഞാൽ എന്താ? ഊഞ്ഞാലാണ്. ഒരു ബേബി ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്ന കാണുന്നുണ്ടോ? യെസ്, നമ്മുടെ നല്ല ഭംഗിയുള്ള ഊഞ്ഞാലിൻ്റെ പിക്ചറൊക്കെയാണ് അവിടെ കാണുന്നതല്ലേ? ഇഷ്ടമാണ് എല്ലാവർക്കും ഊഞ്ഞാലൊക്കെ ആടാൻ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഛ എന്ന് എഴുതുക എന്നുള്ളത് നോക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ നിക്നെയിമും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇ എന്ന് എഴുതാൻ അറിയാലോ അല്ലേ? നമ്മൾ പഠിച്ചതാണല്ലേ? സ്വരാക്ഷരം പഠിച്ചിട്ടുണ്ട്. അപ്പം മിസ് ഇവിടെ എന്ത് ചെയ്യാണ്? ഇ എന്ന് എഴുതാണ്. ഇ എന്ന് എഴുതിയതിന് ശേഷം ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് നേരെ ഒരു ലൈൻ കൊടുക്കുന്നു, മുകളിൽ താഴേക്ക് 1 ഇടുക, എന്നിട്ട് നേരെ മുകളിൽ ഒരു ലൈൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് ഛ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി മിസ് ഇവിടെ ചൂല എന്ന് എഴുതി കാണിക്കാം കേട്ടോ. നമ്മൾ എഴുതിയതുപോലെ തന്നെ ഇ എന്ന് എഴുതിയിട്ട് നേരെ വരച്ചിട്ട് മുകളിൽ താഴേക്ക് 1 ഇട്ട് കൊടുത്തു. ദെൻ ല എന്ന് എഴുതിയിട്ടോ, ഇനി ആ ജൂ എന്നാക്കാനുള്ള ചിഹ്നവും ഇട്ട് കൊടുത്തു. ദെൻ നേരെ മുകളിൽ ലൈൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ചൂല എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ഞ. ഞാൻ എന്നതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ആ ലെറ്റർ പഠിക്കാം. ലെറ്റർ നോക്കിയേ, നമ്മൾ ഇങ്ങനെയല്ലേ സി എന്ന് എഴുതാറുള്ളത്? അത് നേരെ തിരിച്ചിടാം. ഓക്കെ, ഇങ്ങനെ സി എന്ന് എഴുതുന്നു, നേരെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നേരെ ഒരു ലൈൻ കൊടുക്കുക, മുകളിൽ താഴേക്ക് ഒരു 1 ഇടുക. ആ 1ന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ലൈൻ കൊടുക്കണം. നമ്മുടെ എല്ലാ ലെറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ വേർഡ്സിൻ്റെ ഒക്കെ മുകളിൽ ലൈൻ കൊടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ ഹിന്ദീൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങൾ എഴുതേണ്ട എങ്ങനെയാണ് മിസ് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഞാൻ എങ്ങനെ എഴുതും? ആദ്യം ഒരു സി എന്ന് എഴുതുക, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ ഒരു ചെറിയ ലൈൻ കൊടുക്കുന്നു, മുകളിൽ താഴേക്ക് 1 ഇടുക, ദെൻ ആ 1ന് മുകളിൽ ഒരു ലൈൻ കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നതാണ് ഠ. ഠ സേ ടാപ്പ്. ടാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാപ്പ് തന്നെയല്ലേ, പൈപ്പാണ്. അപ്പം നമുക്കത് എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു 1 എന്ന് കൊടുക്കുക, ചെറിയ 1 കേട്ടോ. എന്നിട്ട് സി എന്ന് എഴുതാം, മുകളിൽ വരക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഠ. ഠ സേ ടാപ്പ്. ഇങ്ങനെ ടാപ്പ് എന്ന് എഴുതുക, നമ്മൾ ഠ എന്ന് എഴുതുക, പാ എഴുതാം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇത് ഏതാ ലെറ്റർ എന്നുള്ള മലയാളമൊക്കെ മിസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? ലെറ്റർ ഏതാണെന്ന് അറിയാലോ? അതാണ് കേട്ടോ മിസ് നിങ്ങൾക്ക് എഴുതി കാണിക്കാതെ, ഹിന്ദി മാത്രം എഴുതുന്നത്, അതുകൊണ്ടാണ് മിസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്? ഠായ് ആണില്ലേ? മിഠായി എന്നൊക്കെ പറയാറില്ലേ? ആ ഠായ് ആണ് വരുന്നത്. നോക്കിയേ, എങ്ങനെ എഴുതും? സിമ്പിളാണ്. ചെറിയൊരു 1 ഇടുക, റൗണ്ട് ചെയ്യുക, എന്നിട്ട് ആ ഒരു 1ന് മുകളിൽ ലൈൻ കൊടുക്കാം. ഓക്കെ, ഢ സേ ഢപ്പ. എന്താ ഢപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാമ്പ് അല്ലേ? സ്റ്റാമ്പാണ്. അപ്പം മിസ് അതും കൂടെ എഴുതി കാണിക്കാം. ഓക്കെ, ഢ എന്ന് എഴുതുന്നു, പാൻ്റെ പകുതി എഴുതുക, പിന്നെ ഫുൾ പാ എഴുതുന്നു, പാ എന്നാക്കാനുള്ള ചിഹ്നം ഇട്ടു. ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഇന്ന് പഠിക്കാൻ പോകുന്ന 6 ലെറ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതിൽ വരുന്ന എക്സസൈസ് എന്താണ്? അക്ഷർ പഹചാൻ കർ ശബ്ദ ലിഖേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ മിസ് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ലെറ്റേഴ്സ്, സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക.
ജാസെ എന്താ വരിക? ജെല്ലാണ് അല്ലേ? അപ്പം നമ്മൾ അവിടെ അത് ഫില്ല് ചെയ്ത് ആ ഒരു ലെറ്റർ എഴുതിയിട്ട് ഈ ഒരു വേർഡ് ഫില്ല് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്കുള്ള വർക്കാണ്, നിങ്ങളത് ചെയ്യുക കേട്ടോ. ഇത് യൂണിറ്റ് ടാസ്ക് ആണ്. എന്താ യൂണിറ്റ് ടാസ്ക്? നീച്ചെ ദിയേ ഗയേ അക്ഷരോം കാ ഉപयोग करके ഫ്ലാഷ് കാർഡ് ബനായേ. നിങ്ങളോട് താഴെ തന്നിട്ടുള്ള ഈ 2 ലെറ്റർ വെച്ചിട്ട് ഫ്ലാഷ് കാർഡ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ ഫ്ലാഷ് കാർഡ് അടിപൊളിയായിട്ട് നിർമ്മിക്കാൻ. അപ്പം നിങ്ങൾ അതും കൂടെ ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് 6 ലെറ്റേഴ്സ് ആണ് പഠിച്ചത്. എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.